ലോകത്തെ ഞെട്ടിച്ച ജയിൽ ചാട്ടങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്നും വായനക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. അത്തരം അവിശ്വസനീയവും സാഹസികവുമായൊരു ജയിൽ ചാട്ടത്തിന്റെ കഥ പറയുന്ന പുസ്തകമാണ് പാപ്പിയോൺ. എന്നാൽ ഈ പുസ്തകത്തേക്കാൾ എത്രയോ അവിശ്വസനീയവും നാടകീയവുമാണ് അതിന്റെ രചയിതാവായ ഹെൻറി ഷാരിയറുടെ ജീവിതം. ഫ്രഞ്ച് ഗയാനയിലെ അതിക്രൂരമായൊരു പീനൽ കോളനിയിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന ഷാരിയർ നിരന്തരമായ പരിശ്രമങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷം ആ ഭീകര ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് 1969 ഒരു തടവുകാരൻ എന്ന നിലയിലുള്ള തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം പാപ്പിയോൺ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വായനക്കാർ ആകാംക്ഷയോടെയാണ് ഈ സാഹസിക ജയിൽ ചാട്ടത്തിന്റെ കഥ വായിച്ചറിഞ്ഞത്. ഹെൻറി ഷാരിയറുടെ ആദ്യകാല ജീവിതവും അറസ്റ്റും ഹെൻറി ഷാരിയറുടെ കൗമാരപ്രായ ജീവിതം ആരംഭിക്കുന്നത് ഫ്രഞ്ച് നാവികസേനയിൽ ചേർന്നുകൊണ്ടാണ്. 2 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം പാരീസിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ പിന്നീട് ഷാരിയറുടെ ജീവിതം ഫ്രഞ്ച് ക്രിമിനൽ അധോലോകവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോയി. 1932 പാരീസിലെ കുപ്രസിദ്ധമായ മോൺമാർട്രിൽ വെച്ച് റോളൻ ലെഗ്രാൻഡ് എന്ന ഗുണ്ടാ നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷാരിയർ അറസ്റ്റിലായി. താൻ നിരപരാധിയാണെന്ന് ഉറക്കെ പറഞ്ഞിട്ടും കോടതി ഷാരിയറെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഫ്രഞ്ച് ഗയാനയിലെ സെന്റ് ലോറൻ ഡു മറോണിയിലെ കുപ്രസിദ്ധമായ പീനൽ കോളനിയിൽ 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അക്കാലത്ത് ഫ്രാൻസിന്റെ കോളനി ഭരണത്തിൽ കീഴിലുള്ള കരീബിയൻ കടലിലെ ഏറ്റവും ഭീകരമായ ജയിലുകളിൽ ഒന്നായിരുന്നു ഫ്രഞ്ച് ഗയാനയിലെ ഈ പീനൽ കോളനി. ഇവിടുത്തെ സാഹചര്യങ്ങൾ അതിക്രൂരവും രോഗങ്ങളും പോഷകാഹാരക്കുറവും പീഡനങ്ങളും സാധാരണവുമായിരുന്നു. ജയിൽ ചാട്ടത്തിനുള്ള ആദ്യ ശ്രമങ്ങളും തുടർന്നുള്ള പീഡനങ്ങളും സെന്റ് ലോറൻ ഡു മറോണിയിലെ പീനൽ കോളനിയിലെ അതിക്രൂരമായ സാഹചര്യങ്ങൾ ഷാരിയറെ ജയിൽ ചാട്ടത്തിന് പ്രേരിപ്പിച്ചു. 1933 നവംബറിൽ മറ്റ് 2 സഹതടവുകാരായ ഫ്രാൻസിസ് ലെക്ലർക്കും അച്ചൽസ് പോളറ്റ് എന്നിവരുമായി ചേർന്ന് ഷാരിയർ തന്റെ ആദ്യത്തെ പ്രധാന ജയിൽ ചാട്ടം നടത്തി. ഒരു ചെറിയ തുറന്ന ബോട്ടിൽ സെന്റ് ലോറനിൽ നിന്ന് രക്ഷപ്പെട്ട അവർ 5 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 2000 മൈൽ ദൂരം സഞ്ചരിച്ച ഒരു കൊളംബിയൻ ഗ്രാമത്തിന് സമീപമെത്തി. എന്നാൽ അവിടെ വെച്ച് അവർ വീണ്ടും പിടിക്കപ്പെട്ടു. എന്നിരുന്നാലും ഷാരിയർ അവിടെ നിന്നും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് പ്രസിദ്ധീകരിച്ച തന്റെ അർദ്ധജീവചരിത്ര നോവലായ പാപ്പിയോണിൽ വടക്കൻ കൊളംബിയയിലെ ഗുവാജിറ ഉപദ്വീപിലേക്ക് താനെത്തിയെന്നും അവിടെ കാട്ടിലെ ഒരു തദ്ദേശീയ ഗോത്രത്തോടൊപ്പം മാസങ്ങൾ താമസിച്ചുവെന്നും ഷാരിയർ അവകാശപ്പെട്ടു. ഈ കാലഘട്ടത്തിലെ വിവരണങ്ങൾ സാഹസികത നിറഞ്ഞതും വായിക്കുന്നവരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതുമാണ്. ഒടുവിൽ കാട്ടിൽ നിന്ന് പുറത്തു വന്നയുടനെ അദ്ദേഹം വീണ്ടും പിടിക്കപ്പെടുകയും 2 വർഷത്തെ ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ കഠിനമായ ജയിൽ ജീവിതത്തിന്റെ തുടർച്ചയായിരുന്നു. ഡബിൾസ് ഐലൻഡിലേക്കും അവസാന രക്ഷപ്പെടൽ ശ്രമങ്ങളിലേക്കും ഷാരിയർ ജയിലിലകപ്പെട്ട 11 വർഷത്തിനിടയിൽ അദ്ദേഹം നിരവധി തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഏകദേശം 8 തവണയെങ്കിലും അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ശ്രമങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെയും അതിജീവനത്തിനുള്ള ആഗ്രഹത്തെയും എടുത്തു കാണിക്കുന്നു. ഒടുവിൽ പൂർണ്ണമായും രക്ഷപ്പെടാൻ കഴിയാത്തതും തടവുകാരുടെ 25% മരണനിരക്കുള്ളതുമായ കുപ്രസിദ്ധമായ ഡബിൾസ് ഐലൻഡിലേക്ക് ഷാരിയറെ മാറ്റി. ലോകത്തിലെ ഏറ്റവും ഭീകരമായ ജയിലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. 1944 ഷാരിയറുടെ അവസാനത്തെയും വിജയകരവുമായ ജയിൽ ചാട്ട ശ്രമം. ഒരു ചങ്ങാടമുണ്ടാക്കി അതിൽ രക്ഷപ്പെട്ട ഷാരിയർ ഗയാന തീരത്തെത്തി. അവിടെ നിന്നും പിടിക്കപ്പെട്ടെങ്കിലും 1 വർഷത്തോളം കൂടി തടവിൽ കഴിഞ്ഞ ശേഷം ഒടുവിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് വെറുതെ വിട്ടു. ഒരു പുതിയ ജീവിതവും സാഹിത്യ വിജയവും ജയിൽ മോചിതനായ ശേഷം ഹെൻറി ഷാരിയർ വെനിസ്വേലയിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. പല ജോലികളും ചെയ്തു, വിവാഹം കഴിച്ചു, പിന്നീട് ഒരു റെസ്റ്റോറന്റ് നടത്താനും തുടങ്ങി. ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1969 തന്റെ ജയിൽ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം പാപ്പിയോൺ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നെഞ്ചിലുണ്ടായിരുന്ന ചിത്രശലഭത്തിന്റെ ടാറ്റുവിൽ നിന്നാണ് പാപ്പിയോൺ എന്ന പേര് പുസ്തകത്തിന് ലഭിച്ചത്. ഈ പുസ്തകം വൻ വിജയമായി മാറി. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പാപ്പിയോൺ ഒരു പ്രചോദനമായി. ജയിൽ ചാട്ടത്തിന്റെ സാഹസികതയും മനുഷ്യന്റെ അതിജീവനത്തിനുള്ള അടങ്ങാത്ത ദാഹവും ഈ പുസ്തകത്തെ ആഗോള ബെസ്റ്റ് സെല്ലറാക്കി മാറ്റി. 1970 റോളൻ ലെഗ്രാൻഡിന്റെ കൊലപാതകത്തിന് ഫ്രഞ്ച് സർക്കാർ ഷാരിയറിന് മാപ്പ് നൽകുകയും പുസ്തകത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട പാരീസിലേക്ക് മടങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തു.
1973 തൊണ്ടയിലെ ക്യാൻസർ ബാധിച്ച് ഹെൻറി ഷാരിയർ മരണമടഞ്ഞു. അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രാവിഷ്കാരവും പുറത്തിറങ്ങി. അത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. പാപ്പിയോൺ ഒരു വിവാദം നിറഞ്ഞ ആത്മകഥ. പാപ്പിയോൺ പുസ്തകം വൻ വിജയമായി മാറിയെങ്കിലും പിന്നീട് അത് നിരവധി വിവാദങ്ങളിൽപ്പെട്ടു. പുസ്തകം പൂർണ്ണമായും തന്റെ ആത്മകഥയാണെന്ന് ഷാരിയർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം വിവരിച്ച പല അനുഭവങ്ങളും വാസ്തവത്തിൽ മറ്റ് തടവുകാരുടേതോ ആണെന്നാണ് വിമർശകർ വാദിക്കുന്നത്. പല വിദഗ്ധരും ഷാരിയറുടെ പുസ്തകത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. 2005 104 വയസ്സുള്ള ചാൾസ് ബ്രൂണിയർ എന്നയാൾ രംഗത്ത് വന്ന് പാപ്പിയോണിൽ ഷാരിയർ പറഞ്ഞത് തന്റെ കഥയാണെന്ന് അവകാശപ്പെട്ടു. ഷാരിയർ തടവിലായ അതേ കാലയളവിൽ അതേ പീനൽ കോളനിയിൽ തടവിലാക്കപ്പെട്ട വ്യക്തിയായിരുന്നു ബ്രൂണിയർ. ഷാരിയറെ പുസ്തകമെഴുതാൻ പ്രേരിപ്പിച്ചത് താനാണെന്ന് ഒരു ഫ്രഞ്ച് പത്രത്തോട് ബ്രൂണിയർ പറഞ്ഞിരുന്നു. ഈ വിവാദങ്ങൾക്കിടയിലും പാപ്പിയോൺ മനുഷ്യന്റെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിന്റെയും സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശത്തിന്റെയും ഒരു പ്രതീകമായി നിലകൊള്ളുന്നു. ഒരുപക്ഷേ ആത്മകഥ എന്നതിലുപരി നിരവധി തടവുകാരുടെ അനുഭവങ്ങളെ സമന്വയിപ്പിച്ച രചിച്ചൊരു നോവലായി ഇതിനെ കാണുന്നത് കൂടുതൽ ഉചിതമായിരിക്കും. എങ്കിലും ഹെൻറി ഷാരിയറുടെ ജീവിതം സാഹസികതയും ദുരന്തവും അതിജീവനവും ഒത്തുചേർന്നൊരു അവിശ്വസനീയമായ കഥയായി എന്നും ഓർമ്മിക്കപ്പെടും.